10 വർഷമായി കൈവിട്ട തെലങ്കാനയിലെ സെക്കന്ദരാബാദ് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഇതിനായി BRS MLA ആയ ദാനം നാഗേന്ദ്രയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. MLA സ്ഥാനം രാജിവെക്കാതെയാണ് ദാനം നാഗേന്ദ്രൻ BRSൽ നിന്ന് കോൺഗ്രസിലെത്തിയത്. മണ്ഡലം രൂപീകരിച്ചതു മുതൽ കൂടുതൽ തവണ വിജയിച്ച സെക്കന്ദരാബാദ് തിരിച്ചുപിടിക്കാൻ ദാനം നാഗേന്ദ്രന്റെ ജനസമിതി വേണം കോൺഗ്രസിന്. സിറ്റിംഗ് MPയും കേന്ദ്രമന്ത്രിയുമായ കിഷൻ റെഡ്ഡിയാണ് ദാനം നാഗേന്ദ്രൻ നേരിടുന്നത്. It's going wonderful, and also people are now in Hyderabad, in Telangana, people have decided to vote to Congress because this fight is between Rahul Gandhi ji and Modi ji. Definitely people perception has changed. People want a secular party in the country. പിന്തുണയുമായി രംഗത്തുള്ള CPIM പ്രചരണ രംഗത്തും സജീവമാണ്. इंडियन कूटमी जो गठबंधन है, इंडियन गठबंधन CPM पार्टी की तरफ से एक कॉन्स्टिट्यूंसी में हम खड़ा हुए, अगला 16 सीट्स में कांग्रेस को सपोर्ट कर रही है. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നേരിട്ട് തന്നെ മണ്ഡലത്തിലെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തലസ്ഥാന നഗരിയിലെ മണ്ഡലം തിരിച്ചുപിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. BRS നേതാവായിരുന്ന നാഗൻ രാജേന്ദ്രന്റെ ജനപിന്തുണയും നിലവിലെ തരംഗവും അനുകൂലമാവുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. സെക്കന്ദരാബാദിൽ നിന്നും ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഇർഷാദ് പടന്ന, മീഡിയ 1.